നമസ്കാരം, ലേണേറ്റ് ട്യൂബിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ക്ലാസ് ഒബ്ജക്റ്റ് രണ്ടും പഠിച്ചു. ഞാനൊന്നുകൂടി റിവ്യൂ ചെയ്യാം. ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഒരേപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ബണ്ടിൽ ചെയ്ത് ഒരു സെറ്റായി വെച്ചിരിക്കുന്നതാണ് ക്ലാസ്. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഒരു കോപ്പിയാണ് ഒബ്ജക്റ്റ് എടുത്തിട്ട് നമ്മളതിൻ്റെ മെത്തേഡ്സ് ചെയ്തിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടടുത്ത് നമ്മൾ സ്റ്റോർ ചെയ്യും, അല്ലെങ്കിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യേണ്ടടുത്ത് ഡിസ്പ്ലേ ചെയ്യും. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ അന്ന് വർക്ക് ചെയ്ത പോലെ തന്നെ വിഷ്വൽ സ്റ്റുഡിയോയുടെ ഒരു വിൻഡോ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ ക്ലാസ് എങ്ങനെയാണ് ആഡ് ചെയ്യുകയെന്ന് ഞാൻ പറയാം. ക്ലാസ് നമുക്ക് ഓരോ ക്ലാസ്സും വേണമെങ്കിൽ ഓരോ ക്ലാസ് ഫയലുകളായിട്ട് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരൊറ്റ ക്ലാസ് ഫയലിനകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ക്ലാസ്സുകൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ക്ലാസ് ആഡ് ചെയ്യുന്നത്, ഞാൻ ഈ പ്രോജക്റ്റ്, ഇത് സൊല്യൂഷനാണ്, ഇത് പ്രോജക്റ്റിൻ്റെ ഫയലാണ് T1. വെറുതെ പ്രൊജക്റ്റിന് പേര് കൊടുത്താണ്. ആ പ്രൊജക്റ്റിന് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. ആഡ് എന്നുള്ള ഓപ്ഷനിൽ ന്യൂ ഐറ്റത്തിൽ ക്ലാസ്, ഏത് ടൈപ്പ് സാധനമാണ് എനിക്ക് ആഡ് ചെയ്യേണ്ടത്? ക്ലാസ്സാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ന്യൂ ഐറ്റത്തിൽ ക്ലാസ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ക്ലാസ് ആഡ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ക്ലാസ്സിന് സ്റ്റുഡൻറ്റ് എന്ന് പേര് കൊടുത്തു, എന്നിട്ട് ആഡ് കൊടുക്കുക. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ ഫയൽ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിലുള്ള രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് എൻകാപ്സുലേഷനും മറ്റേത് ഡാറ്റ അബ്സ്ട്രാക്ഷനും. പ്രാവശ്യം ചെയ്തിരുന്ന സാമ്പിളുണ്ട്. ആ സാമ്പിളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തിരുന്ന സാമ്പിള്. ആ സാമ്പിളിൽ ഞാൻ ക്ലാസ് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ എങ്ങനെ ചെയ്തത്. ഞാൻ നേരത്തെ കാണിച്ച പോലെ സാമ്പിൾ 1 എന്ന പ്രൊജക്റ്റിലേക്ക് ഞാൻ ഒരു ക്ലാസ് ആഡ് ചെയ്തു. ഇങ്ങനെ പോയിട്ട് ആഡ് ന്യൂ ഐറ്റം കൊടുത്തിട്ട് ക്ലാസ് ഫയൽ കൊടുത്ത് സ്റ്റുഡൻറ്റ് എന്ന് പേര് കൊടുത്തിട്ട് ആഡ് ചെയ്ത ഫയലാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ക്ലാസ് സ്റ്റുഡൻറ്റ് എന്നായിരിക്കും. ഈ ക്ലാസ് നമ്മൾ പുറത്ത് ആക്സസ് കിട്ടണമെങ്കിൽ നമ്മൾ പബ്ലിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ program.cs എന്ന ക്ലാസ്സിനകത്ത് ഈ ക്ലാസ്സിൻ്റെ ഫങ്ഷണാലിറ്റികൾ കിട്ടും ഈ പ്രോഗ്രാമിനകത്ത്. അതിനുവേണ്ടി നമ്മൾ പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു. ഇനി ക്ലാസ്സിന് നമുക്ക് പ്രോപ്പർട്ടികൾ ആഡ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിൻ്റെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ക്ലാസ്സിൻ്റെ പബ്ലിക് ആയിട്ടുള്ള വേരിയബിൾസ്, അതാണ് പ്രോപ്പർട്ടികൾ. പ്രോപ്പർട്ടികൾ നമുക്ക് രണ്ട് തരത്തിൽ ആഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ചെയ്തേക്കുന്നത് പബ്ലിക് ഇൻറ്റ് സ്റ്റുഡൻറ്റ് നെയിം. ഓക്കെ, ഗെറ്റ് എന്ന വാല്യൂ ഉണ്ട് അല്ലേ. ഗെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ പുറത്ത് ക്ലാസ്സിൽ ഇതിനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റുമോ, അതോ ഇതിലെ വാല്യൂ കാണാൻ മാത്രമാണോ പറ്റുന്നത്? അത് രണ്ടാണ് ഗെറ്റ് ആൻഡ് സെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ ഗെറ്റ് എന്ന് മാത്രം കൊടുത്തു. ഓക്കെ, ഇനി സെറ്റ് എന്ന് കൂടി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സെറ്റ് മനസ്സിലാക്കാം, ഗെറ്റ് സെറ്റ്. ഇതിൻ്റെ അർത്ഥം നമുക്ക് ഇതിലേക്ക് വാല്യൂ നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അതായത് പുറത്ത് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാനും പറ്റും, ഇതിലെ വാല്യൂ റീഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇനിയാണ് അബ്സ്ട്രാക്ഷൻ എന്താണ്, എൻകാപ്സുലേഷൻ എന്താണെന്ന് പറയുന്നത്. ഇവിടെ പബ്ലിക് ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഈ ക്ലാസ്സിനകത്ത് പബ്ലിക് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലും കൂടി അവൈലബിൾ ആയിരിക്കും. അല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിനകത്ത് മാത്രമേ കിട്ടുള്ളൂ. അതായത് ഇതിനകത്ത് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. program.cs എന്ന ക്ലാസ് അത് അറിയേണ്ട കാര്യം ഉണ്ടാവില്ല. ആ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പ്രൈവറ്റായിട്ട് ഡിക്ലെയർ ചെയ്യും. ഒരു ഉദാഹരണത്തിന് നമ്മൾ കാൽക്കുലേറ്റ് ടോട്ടൽ എന്ന മെത്തേഡാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ മെത്തേഡ് ചെയ്യുന്നത് എന്താണ്, കുട്ടിയുടെ ഒരു നമ്പറും സബ്ജക്റ്റിൻ്റെ ഐഡിയും അഡ്മിഷൻ നമ്പറും കൊടുക്കുമ്പോൾ മാർക്ക് കിട്ടുന്ന ഒരു മെത്തേഡാണ്. പക്ഷേ പുറത്തെ മെത്തേഡിന് മൊത്തം മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ് ആവശ്യമുള്ളത് ഇവിടെ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന് നമ്മൾ പുറത്ത് വിളിച്ചു കഴിഞ്ഞാൽ മൊത്തം മാർക്ക് കിട്ടുന്നു. പക്ഷേ അകത്ത് ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് എടുക്കണം എന്നുള്ളത് ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പം പ്രൈവറ്റായിട്ട് അതിനകത്ത് ആ മെത്തേഡ് നമ്മൾ എഴുതിയിരിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് കാണിച്ചിരുന്നു പുറത്ത് എങ്ങനെയാണ് ഈ മെത്തേഡ്, അതായത് ഈ ക്ലാസ്സിൻ്റെ മെത്തേഡുകൾ നമ്മളിവിടെ ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ഈ program.cs ഈ ക്ലാസ്സിൻ്റെ മെത്തേഡുകൾ എനിക്ക് ആക്സസ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനിവിടെ സ്റ്റുഡൻറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ
ഈ ക്ലാസ്സിൻ്റെ പേര് കിട്ടും. ക്ലാസ്സിൻ്റെ പേരാണ് ഇങ്ങനെ ലൈറ്റ് ഗ്രീൻ കളറിൽ കാണിക്കുന്നത്. എന്നിട്ട് ഞാനൊരു ഒബ്ജക്റ്റ്, ടെസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ്. ആ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒരു കോപ്പി, ഒരു ഒബ്ജക്റ്റ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ഒബ്ജക്റ്റ് ടെസ്റ്റ് ഡോട്ട് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടികൾ കിട്ടും അല്ലേ? ഇവിടെ കാണുന്നുണ്ടോ? സ്റ്റുഡൻറ്റ് നെയിം, ഇതാണ് ആ കാണുന്നത്. ഇനി എനിക്ക് വേറൊരു കാര്യങ്ങളും കാണാൻ പറ്റുന്നുണ്ട്, കാൽക്കുലേറ്റ് ടോട്ടൽ. കണ്ടോ ഈ മെത്തേഡ്, അത് ഈ മെത്തേഡാണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഈ മെത്തേഡ് കാണാൻ പറ്റുന്നില്ല അല്ലേ? ഗെറ്റ് മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഞാൻ കാണിച്ചു തരാം, ഒന്നുകൂടി ഡോട്ട് ഇട്ട് കാണിച്ചു തരാം. ഇല്ല, ആ മെത്തേഡില്ല. കാരണം ആ മെത്തേഡ് എന്താണ്? ആ ക്ലാസ്സിൻ്റെ മാത്രം, ഈ ക്ലാസ് അതിനെക്കുറിച്ചൊന്നും അറിയണ്ട. ഈ ക്ലാസ്സിന് വേണ്ടത് ടോട്ടൽ മാർക്കാണ്. അപ്പോൾ ഈ ക്ലാസ് ജസ്റ്റ് അഡ്മിഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിന് അറിയേണ്ടത് ടോട്ടൽ മാർക്ക് എത്രയാണ്. അത് നമ്മളിപ്പോൾ ഒരു ഡെസിമൽ വേരിയബിൾക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഡെസിമൽ മാർക്ക് ഈക്വൽ ടു ടോട്ടൽ മാർക്ക്. അതായത് ഇത് ഇവിടെ ഇങ്ങനെ മൗസ് കൊണ്ടുവച്ചാൽ അറിയാൻ പറ്റും ഏത് ടൈപ്പാണ് റിട്ടേൺ ചെയ്യുന്നത്, ഉള്ളിലേക്ക് കൊടുക്കുന്ന ഏത് ടൈപ്പാണ്, എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇൻറ്റീജർ അഡ്മിഷൻ നമ്പറാണ് ഉള്ളിലേക്ക് കൊടുക്കേണ്ടത്, തിരിച്ച് കിട്ടുന്ന ഡെസിമൽ ആയിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിന് ഈ കാൽക്കുലേറ്റ് ടോട്ടൽ മാത്രമാണ് അറിയേണ്ടത്. അപ്പം ഈ ക്ലാസ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഈ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളെ നമ്മൾ മറച്ചു വെച്ചു അല്ലേ? നമ്മളതിനെ ഹൈഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ചുരുക്കം കാര്യങ്ങളാണ് പുറത്തേക്ക് കൊണ്ടുവന്നത്. അതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രം, എസെൻഷ്യൽ ഡീറ്റെയിൽസ് മാത്രം പുറത്തേക്ക് കാണിച്ചിട്ട് ഈ ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഒതുക്കി അല്ലേ? അതായത് ഈ കാൽക്കുലേറ്റ് ഈ സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിൻ്റെ കാര്യങ്ങളെ അതിനകത്ത് തന്നെ ഒതുക്കി. ഇതിനെ നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുക. എന്നാൽ നമ്മൾ ഈ കാര്യങ്ങളെ എല്ലാം കൂടെ, സ്റ്റുഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു സ്ഥലത്തേക്ക് ഒരു സിംഗിൾ യൂണിറ്റായ ക്ലാസ്സിലേക്ക് നമ്മൾ റാപ്പ് ചെയ്തിട്ടു. ഇതിന് നമ്മൾ എൻകാപ്സുലേഷൻ. അപ്പം അബ്സ്ട്രാക്ഷൻ ആൻഡ് എൻകാപ്സുലേഷൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞത് എന്ത് ചെയ്തു? ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ കാൽക്കുലേറ്റ് ടോട്ടൽ എന്ന മെത്തേഡ് മാത്രമാണ് നമുക്ക് അറിഞ്ഞത്. അകത്ത് അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്താണെന്നുള്ളത് ഈ പ്രോഗ്രാം എന്ന ക്ലാസ്സിന് അറിയേണ്ട കാര്യമില്ല. അതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞത്. അതായത് ഈ കാര്യങ്ങളെ ചുരുക്കി ഈ ക്ലാസ്സിലേക്ക് കാണിച്ചു കൊടുത്തു, ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസുകളൊക്കെ ഒഴിവാക്കി. എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഒതുക്കി ഈ മാർക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഇവിടെ കാപ്സുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. അതായത് പുറത്തേക്ക് അതിനെക്കുറിച്ച് അറിയില്ല, പുറത്തേക്ക് നമ്മൾ ഈ മെത്തേഡിനെ മാത്രമാണ് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നത് അല്ലേ? അതാണ് എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രൈവറ്റായിട്ട് ഇപ്പോൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്താലും അതെന്ത് പറ്റില്ല, അത് പുറത്തേക്ക് നമുക്ക് കിട്ടില്ല. പ്രൈവറ്റ് ആണ്, ഈ ക്ലാസ്സിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഞാനിവിടെ മാർക്ക് ഡോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് കിട്ടില്ല. അങ്ങനെ മാർക്കല്ല, ഒബ്ജക്റ്റ് ടെസ്റ്റ് ഡോട്ട് എന്ന് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്റ്റുഡൻറ്റ് നെയിം മാത്രമേ പബ്ലിക്കുള്ളൂ, അതാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, സ്റ്റുഡൻറ്റ് നെയിമിലേക്ക് എന്താണ് എനിക്ക് വാല്യൂ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. കാരണം ഗെറ്റും സെറ്റും അവിടെ പോസിബിളാണ്. അതുകൊണ്ട് എനിക്ക് ഒബിജെ ഡോട്ട് സ്റ്റുഡൻറ്റ് നെയിമിന് ഇൻറ്റീജർ അവിടത്തേക്കാണ് അത് മാറ്റി ഞാൻ സ്ട്രിങ്ങിനാക്കാം. അങ്ങനെ ടെക്സ്റ്റ് ആണല്ലോ സ്റ്റുഡൻറ്റ് നെയിം. അപ്പോൾ എനിക്ക് ഒബിജെ ഡോട്ട് സ്റ്റുഡൻറ്റ് നെയിം ഈക്വൽ ടു ടി എന്ന് എനിക്കിവിടെ സെറ്റ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ നിന്ന് സെറ്റ് ഒഴിവാക്കി. അതായത് അതിൽ റീഡ് ചെയ്യാൻ മാത്രം പറ്റുന്ന വേരിയബിൾ ആണെങ്കിൽ ഉണ്ടോ. ഇപ്പം പ്രോപ്പർട്ടിക്ക് എന്താണ് സ്റ്റുഡൻറ്റ് നെയിമിനെ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റില്ല, അത് റീഡ് ഓൺലി ആണ്. അപ്പം ഈ ക്ലാസ്സിനകത്ത് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തു കുറച്ച് കാര്യങ്ങളെ. അപ്പം എല്ലാ വിവരങ്ങളെയും റാപ്പിംഗ് അപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി ഈ ക്ലാസ്സിൽ തന്നെ ഒതുക്കി ആവശ്യമുള്ളത് മാത്രം പുറത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കാണിച്ചു കൊടുത്തു. അതിനെയാണ് നമ്മൾ ആവശ്യമുള്ളത് മാത്രം പുറത്തേക്ക് കാണിക്കുന്നതിന് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെയും സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഒതുക്കി കാപ്സുലേറ്റ് ചെയ്ത് വെച്ചു. ഈ മെത്തേഡൊക്കെ സ്റ്റുഡൻറ്റിന് മാത്രമുള്ളതാണ്, അതിനെ നമ്മൾ എൻകാപ്സുലേഷൻ എന്ന് പറയണത്. ഇവിടെ ഞാൻ ഗെറ്റ് കാൽക്കുലേറ്റ് ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് വെറുതെ അഡ്മിഷൻ നമ്പർ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ അതിനെ ഡെസിമൽ മാർക്ക് ഈക്വൽ ടു എന്ന വേരിയബിളിലേക്ക് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി കൺസോൾ ഡോട്ട് റൈറ്റ് ലൈൻ ഞാൻ പറഞ്ഞ പോലെ മാർക്കിനെ റൈറ്റ് ചെയ്ത് നോക്കുകയാണ്.
അപ്പോൾ നമ്മൾ പഠിച്ചു ക്ലാസ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് പഠിച്ചു. ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ന്യൂ ഫയൽ കൊടുക്കും, ക്ലാസ് ഫയൽ കിട്ടും. ഇവിടെ ഇപ്പോൾ എനിക്ക് ഈ ക്ലാസ് ഫയലിനകത്ത് ഒന്നെങ്കിൽ ഒരു ക്ലാസ് മാത്രം ആക്കാം, അല്ലെങ്കിൽ എനിക്ക് വേറെ ക്ലാസ് വേണമെങ്കിൽ ഇവിടെ പബ്ലിക് ക്ലാസ് ടെസ്റ്റ് വേറെ ക്ലാസ് വേണമെങ്കിൽ എനിക്ക് ഇവിടെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കത് രണ്ടും പുറത്ത് ആക്സസിബിൾ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിന് വേണ്ടി വേറെ ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഞാൻ കാര്യം ചെയ്യാം, ഈ പ്രോഗ്രാമിനെ റൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പഴയ കാര്യങ്ങൾ ആദ്യം അവിടെ ഉണ്ട് അല്ലേ. അതെന്താണ് 9 ലേണൈറ്റ്യൂബ് 9 നേരത്തെ, പിന്നെ 200 എന്താണ് 200 എങ്ങനെ കിട്ടി? ഈ കാൽക്കുലേറ്റ് ടോട്ടലിൻ്റെ റിസൾട്ടാണ് 200. ഞാൻ ഇതിലേക്ക് പോവാം. ഗോ ടു ഡെഫിനീഷൻ അടിച്ച് കഴിഞ്ഞാൽ ആ ക്ലാസ്സിനകത്ത് പോകും. ഈ ക്ലാസ്സിനകത്ത് എഴുതിയിരിക്കുന്ന ഫംഗ്ഷനാണ് കാൽക്കുലേറ്റ് ടോട്ടൽ. അതിൽ നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്, ഗെറ്റ് മാർക്ക് എന്നുള്ള മെത്തേഡിനകത്ത് വെറുതെ 100 റിട്ടേൺ ചെയ്തു അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഒരു 100 റിട്ടേൺ ചെയ്തു ഇംഗ്ലീഷ്, പിന്നെ മാത്സിനും ഫസ്റ്റ് വേറൊരു 100 റിട്ടേൺ ചെയ്തു. ഇത് ഞാൻ വെറുതെ റിട്ടേൺ കൊടുത്താണ്. ഇവിടെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ടാവും. രണ്ടും കൂടെ ആഡ് ചെയ്ത് 100 + 100 200. അതെന്ത് ചെയ്തു, നമ്മൾ ഇവിടെ വിളിച്ച ഒബ്ജക്റ്റിലേക്ക് ഫംഗ്ഷനെ കിട്ടി. ആ ഫംഗ്ഷൻ്റെ റിസൾട്ട് നമ്മൾ മാർക്ക് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് കിട്ടി. അതിന് നമ്മൾ റൈറ്റ് ലൈനിൽ കൺസോൾഡ് റൈറ്റ് ലൈൻ ചെയ്തു. അപ്പോൾ നിങ്ങളിവിടെ ക്ലാസ് പഠിച്ചു. ഇതാണ് ക്ലാസ്. ആ ക്ലാസ്സിൽ നമ്മൾ എൻകാപ്സുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു. ക്ലാസ്സിനകത്ത് ഒതുക്കി എല്ലാ കാര്യങ്ങളും റാപ്പ് ചെയ്ത് ഒറ്റ സിംഗിൾ യൂണിറ്റ് ആ ക്ലാസ്സിൽ വെക്കുന്നതാണ് എൻകാപ്സുലേഷൻ. അബ്സ്ട്രാക്ഷൻ പഠിച്ചു. ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ടോട്ടൽ മാത്രമേ ഇവിടെ നമുക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി പ്രൈവറ്റ് ആയിട്ടുള്ള മെത്തേഡൊന്നും ഇവിടെ കിട്ടില്ല. ഈ ക്ലാസ് പ്രോഗ്രാം എന്ന ക്ലാസ്സിന് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഒന്നും ടെൻഷൻ അടിക്കണ്ട. അത് ഇതിനെ മാത്രം വിളിക്കുള്ളൂ. അതിലേക്ക് കൊടുത്തേക്കണം, നമ്മൾ ആ മാർക്കം കൊടുക്കണം. അതിന് വേറെ കാര്യങ്ങളെക്കുറിച്ച് അറിയേണ്ടതില്ല. ഓക്കെ, അപ്പോൾ അത് രണ്ടും ചെയ്ത് നമ്മൾ ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതും പഠിച്ചു. ക്ലാസ് നെയിം ഒബ്ജക്റ്റ് നെയിം ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം അല്ലേ. എന്നിട്ട് ഈ ഒബ്ജക്റ്റ് ഡോട്ട് അടിക്കുമ്പോൾ ആ ക്ലാസ്സിനകത്തുള്ള മെത്തേഡുകൾ കിട്ടി. പിന്നെ നമ്മൾ പഠിച്ചത് ഗെറ്റ് ആൻഡ് സെറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഗെറ്റ് മാത്രമായപ്പോൾ നമുക്ക് ഈ ഇതിലേക്ക് വാല്യൂ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ റീഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും കാൽക്കുലേഷൻ നടത്തിയിട്ട് വാല്യൂവിൽ സെറ്റ് ചെയ്ത് നമുക്ക് അവിടെ റീഡ് ചെയ്യാൻ പറ്റും. പക്ഷേ വാല്യൂ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ റെസ്ട്രിക്റ്റ് ചെയ്തു അല്ലേ. ആ ഒരു പ്രൊട്ടക്ഷന്, ഈ ക്ലാസ്സിൻ്റെ പ്രൊട്ടക്ഷൻ ഔട്ടർ സൈഡിൽ നടക്കുന്നുണ്ട്. ഈ പ്രൊട്ടക്ഷനാണ് ശരിക്കും എൻകാപ്സുലേഷൻ എന്ന് പറയുന്നത്, കാപ്സുലേറ്റ് ചെയ്ത് വെക്കുന്നത്. പക്ഷേ program.csന് ആവശ്യമുള്ള മാത്രം വിവരങ്ങളെ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ മെയിനായിട്ടുള്ളത്. ക്ലാസ്, ഒബ്ജക്റ്റ്, ക്ലാസ് എങ്ങനെ ആഡ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, എൻകാപ്സുലേഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ. ഈ രണ്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മെത്തേഡുകളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് ഇനിയും കൂടുതൽ അഡ്വാൻസ്ഡ് കാര്യങ്ങളായിട്ട് വരാം. ഓക്കെ, ഗുഡ് ബൈ.